5 പേർക്ക് ജീവശ്വാസമായി അയോന. സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി കൊമേഴ്സ്യൽ വിമാനത്തിൽ അവയവം എത്തിച്ചു. 5 പേർക്ക് പുതുജീവനേകി അയോന എന്ന 17-കാരി യാത്രയായി. കെട്ടിടത്തിൽ നിന്ന് വീണ് മസ്തിഷ്ക മരണം സംഭവിച്ച കണ്ണൂർ പയ്യാവൂർ സേക്രഡ് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനി അയോന മോൺസനാണ് മരണത്തിലും 5 പേർക്ക് ജീവിതം നൽകിയത്. സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരിടത്തേക്ക് കൊമേഴ്സ്യൽ വിമാനത്തിൽ അവയവം എത്തിച്ചു എന്ന പ്രത്യേകതയും ഈ പുണ്യകർമ്മത്തിനുണ്ട്. ദൂരെ കൂടുതൽ കാരണം സമയം ഒട്ടും കളയാതെ വൃക്ക എത്തിക്കാനാണ് വിമാനമാർഗം തിരഞ്ഞെടുത്തത്. ഇൻഡിഗോയുടെ വിമാനത്തിൽ രാവിലെ 10:42 തിരുവനന്തപുരം എയർപോർട്ടിൽ എത്തിച്ച വൃക്ക 11 മണിയോടെ സർക്കാർ മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. അയോനയുടെ 2 വൃക്കകൾ, കരൾ, 2 നേത്രപടലങ്ങൾ എന്നിവയാണ് ദാനം ചെയ്തത്. ഒരു വൃക്ക കോഴിക്കോട് ആറ്റൂർ മിംസ് ആശുപത്രിയിലെ രോഗിക്കും, കരൾ കോഴിക്കോട് മൈത്ര ആശുപത്രിയിലെ രോഗിക്കും, 2 നേത്രപടലങ്ങൾ തലശ്ശേരി ജില്ലാ ആശുപത്രിയിലെ രോഗികൾക്കുമാണ് നൽകിയത്. മകളുടെ വിയോഗത്തിന്റെ തീരാവേദനയിലും മറ്റുള്ളവരുടെ ജീവിതത്തിന് വെളിച്ചമേകാൻ അയോനയുടെ കുടുംബം എടുത്ത തീരുമാനം നാടിന് മാതൃകയായി. ഈ വലിയ മനസ്സിന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നന്ദി അറിയിച്ചു. പോലീസിന്റെ സഹായത്തോടെ ഗ്രീൻ കോറിഡോർ ഒരുക്കിയാണ് അവയവം റോഡ് മാർഗം വേഗത്തിലെത്തിച്ചത്. കേസ് ഓട്ടോയാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത്. ജനുവരി 12 രാവിലെ സ്കൂൾ കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണാണ് അയോനയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റത്. കണ്ണൂർ ആസ്റ്റർ മിംസ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ജനുവരി 14 മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. തുടർന്ന് അച്ഛൻ KM മോൺസണും അമ്മ അനിത മോൺസണും അവയവദാനത്തിന് സമ്മതം നൽകി. മാർട്ടിൻ മോൺസൺ, ഏഞ്ചൽ മോൺസൺ എന്നിവരാണ് സഹോദരങ്ങൾ. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.